രണ്ടുപേർക്ക് സുഖമായിട്ട് രണ്ടാളല്ല മൂന്നാൾ കയറുന്നു തോന്നുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയൊരു ബോട്ട് ഉണ്ടായിരുന്നു, നമ്മളെ 8ന്റെ പണി കിട്ടിയൊരു ബോട്ട്, നമ്മൾ ആകെപ്പാടം മറിഞ്ഞൊരു ബോട്ട്. അപ്പോൾ അത് നമ്മൾ റീവർക്കിന് വേണ്ടി കയറ്റുക കേട്ടോ. ആകെ വെള്ളത്തിൽ കിടന്ന് ആകെ അലമ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മുടെ കെട്ടും എല്ലാം പൊട്ടിക്കിടക്കുക, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിന്റെ വീഡിയോ, നമ്മുടെ മേക്കിംഗ് വീഡിയോ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ അതിന്റെ താഴെ പിൻ ചെയ്ത് വെക്കാം. എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിലും കാണിച്ചു തരാം. നമ്മുടെ ഈ കൊച്ചു വെള്ളത്തിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഷാർപ്പാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അതിന്റെ എഡ്ജ് ഭാഗം, നല്ല ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതെല്ലാം ആകെ പോയിട്ട് പൊട്ടിപ്പോയി. നമ്മൾ ആ മറിഞ്ഞതിൽ എല്ലാം അങ്ങോട്ട് തകർന്നു പോയിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കളിച്ചത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടാണ് നമ്മൾ ഈ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ മുൻപത്തെ വീഡിയോ ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കയറി നോക്കിയാൽ നമ്മുടെ തേങ്ങക്കൊല ചാനലിൽ തന്നെ ഉണ്ടാവും. നമ്മളതിന്റെ ലിങ്ക് ഇതിന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ നമ്മൾ ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോയിലോട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വിടാം കേട്ടോ. നമ്മുടെ ബോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ആകെപ്പാടെ പാളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടി നമ്മുടെ ബോട്ടിനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിന്റെ റീമോഡിഫിക്കേഷൻ ആണ് ഇന്നത്തെ പരിപാടി. നമ്മുടെ ബോട്ടിന്റെ മെയിൻ പ്രശ്നം അന്ന് വന്നത് ഇത് ഇത്തിരി വലിപ്പമില്ലാത്തതുകൊണ്ട് സ്റ്റേബിളായി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് നമ്മളെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അഴിച്ചു മാറ്റിയിട്ട് ഒന്നിന്ന് കെട്ടിത്തുടങ്ങണം. കാരണം എല്ലാ കയറും ലൂസായിട്ടുണ്ട്. നമ്മൾ വീണ്ടും കുറെ അതിന്റെ മേൽക്കറി കളിച്ചു. അതിലേക്ക് വന്ന ഒരു പണിയാട്ടോ. നമ്മുടെ കെട്ടെല്ലാം അങ്ങോട്ട് ലൂസായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതൊരു 4 ബാർ, ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 നമ്മുടെ ബാലൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. ഒരു സൈഡ് നമ്മൾ ആണിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വലിഞ്ഞ് കിട്ടണം. നമ്മൾ പ്ലാസ്റ്റിക് കയറൊക്കെ വെച്ചിട്ടാണ് കെട്ടുന്നത്. പക്ഷെ ഇത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പണി കിട്ടുന്നൊരു പേടിയുണ്ട്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ 2 സൈഡിലും നമ്മുടെ പാർക്ക് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നമുക്ക് പരിപാടി നടത്താം. നമ്മുടെ ഈ എക്സ്ട്രാ വെച്ച ബാറിൽ വേണ്ടി കെട്ടാൻ വേണ്ടിയിട്ട് 4 ചാക്ക് പ്ലാസ്റ്റിക് കുപ്പികളും കൂടി ഇനി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി നിറയ്ക്കുകയാണ്. നമ്മൾ ചെറിയ നമ്മുടെ സിമെന്റ് ചാക്കില്ലേ, അതിനകത്താണ് ഇപ്രാവശ്യം നിറയ്ക്കുന്നത്. മുൻപൊക്കെ വലിയ ചാക്ക് നിറച്ച് വെച്ച് ഇനിയിപ്പോൾ 4 സൈഡ് ചെറിയ ചാക്ക് മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും ഒക്കെ ബോട്ടുകൾ കലർത്തി അങ്ങോട്ട് വെക്കുകയാണ്. നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ സ്വർണ്ണമാണ് എല്ലാം ചെയ്യുന്നത്. അത് എയർ ലൂസ് ഉണ്ടോടാ, ടൈറ്റ് ആക്കുക, നന്നായി ടൈറ്റ് ആക്കുക. വലിയ വിലാണോ? ഇപ്പൊ 2 ലിറ്റർ 1 ലിറ്റർ കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. ആ ഷേപ്പ് ചെറിയ ആക്കായതുകൊണ്ട് കറക്റ്റ് ഷേപ്പിനനുസരിച്ച് വെച്ചോട്ടാ. അതാ ബാക്കി 3 റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ചാക്ക് കൂടി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണം നിറച്ചതിന്റെ പെർഫെക്ഷൻ കണ്ടോ? സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് വേണ്ട ബ്രസീലിന് നമ്മളിതിൽ വലിച്ചിടണ്ട. പാവങ്ങൾ പോട്ടാ. വിഷ്ണു മെസ്സിന്റെ അടി മോളിൽ കൂടാ. കളിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത്ര അവന്മാര് പോലും പരസ്പരം കളിയാക്കില്ല. നിങ്ങളുണ്ട് അല്ല പോർച്ചുഗൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നമ്മൾ സഹിക്കും. നമുക്ക് ഇനി പറയും കുഴപ്പമില്ല. അല്ല പോർച്ചുഗൽ ഞാൻ പുറത്തു പോയത് പെനാൽറ്റി അടിച്ചിട്ട് തന്നെയാണല്ലോ. നമ്മള് ബ്രസീൽ പോയത് അങ്ങനെ തന്നെയാണ്. നീ ചാക്ക് മതി നീ ചാക്ക് മതി. മഴ വരുന്നത് അടുത്ത മഴയ്ക്ക് വരുമ്പോൾ നമുക്ക് പരിപാടിക്ക് കിട്ടണം. കഴിഞ്ഞാൽ ഇറങ്ങി പോട്ടെ, ബ്രസീൽ പുറത്ത് മൂട് പോയി. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിറച്ച ചാക്കുകളൊക്കെ ഒരു 4 ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ചാക്ക് നല്ല രീതിക്ക് അതിനെ തുന്നിക്കൂട്ടി എടുക്കണം. നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആയിട്ട്, ഇത് അഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ പണി പാളും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ തുന്നി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ ബ്രസീലുകാരുടെ രോദനം അതിങ്ങനെ ഇടും. മതിയടാ. തുന്നി തുന്നി തുന്നി
അപ്പൊ നമ്മുടെ ചാക്കുകളിൽ ഏകദേശം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതെല്ലാം കൂടി നമ്മുടെ ബോട്ടിന്റെ ഫ്രെയിമിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കെട്ടി മുറുക്കി എടുക്കണം. അപ്പൊ അതിന്റെ പരിപാടിയാണ് നമ്മൾ ചാക്കെല്ലാം നിരത്തി വെച്ചിട്ട് ഒരു തലയ്ക്ക് അങ്ങോട്ട് കെട്ടാൻ തുടങ്ങുകയാണ്. കുളത്തിലെ ബംഗാളി സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി ബ്രസീൽ തോറ്റേന്റെ കഥ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് ഫുൾ ആക്റ്റീവ് ആണ്. എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ബോട്ടിന്റെ റീമോഡിഫിക്കേഷൻ നമ്മളിവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സക്സസ് ആവോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയില്ല, എങ്കിലും കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത്. പക്ഷെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെയുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിന്റെ താഴ്ഭാഗത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പഴയതുപോലെ തന്നെ ഈ ചാക്ക് ഇവിടെ കറക്റ്റാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അത് പോരാതെ രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയ ചെറിയ ചാക്കുകൾ വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് ബാലൻസ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ തിരിച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് പലക അടിക്കാനുള്ള പരിപാടിയാണ്. ഇത് എന്തിനെങ്ങനെ വെക്കണം അമ്പാനെ? അല്ല ഒരു കറക്റ്റ് അളവും സ്പേസും, പക്ഷെ അടിക്കുമ്പോഴേക്കും അതങ്ങനെ തെന്നി തെന്നി പോകും. ശരി അങ്ങനെ അടിച്ചു തന്നെ അടിച്ചോണ്ടിരിക്കണ്ട. ആണി അടിച്ചോണ്ടിരിക്കുക. ശരി, അപ്പൊ നമ്മുടെ ബോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്, വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുളത്തിലൊന്നും കൂടി ഇറക്കി നോക്കാം. എന്താണ് ഇതിന്റെ റിസൾട്ട് നമുക്കറിയാം. നമുക്ക് പോവാം, എടുക്കാം, പോവാം പോവാം പോവാം. പങ്കായം ഞാൻ കുളത്തിൽ പോകണ്ട്, ഇങ്ങനെ പോയാ അവിടെ താഴത്തേക്ക് അതോ അങ്ങനെ വിട്ടൊരു കേറുന്ന കളിക്കല്ല നീ പറഞ്ഞ കൊടുക്കടാ രാമക്കേ അതാ ചിജി സെറ്റർ നിക്ക് അപ്പോ കേറടി ചണ്ട കേറ്. അതാ അത് കാലിക്കണ്ടത്. കറക്റ്റ് കുത്താനല്ല, അടി കുത്താൻ. അവിടെ തിരിഞ്ഞിട്ട് പറയും, ഇത് ഞാൻ അവിടെ ഇരുന്ന് നോക്കി വല്ല ഇയാൾ മൈക്ക് പിടിച്ചിട്ട് അവിടെ നമ്മൾ ആകപ്പാടെ അട്ടപ്പടല മൂഞ്ചി മറിഞ്ഞ ഈ ബോട്ട് ഇപ്പൊ പോകുന്നത് കണ്ടോ. സംഭവം ഒരു പ്രത്യേക രസമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. സ്റ്റേബിളായി നിൽക്കാതെ മറിഞ്ഞു വീണ ബോട്ട് എന്നാണ് ഞാൻ ഷീൽ കിടന്ന് ചാടി കളിക്കണത്. അത് അത്രയും സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു. അത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഷിജിലേക്ക് ബെൽറ്റ് അടിക്കേണ്ട ഉഷാറാണ്. നമ്മൾ ആഘോഷിച്ചു സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 3 ആളൊക്കെ വെച്ചിട്ട് നമ്മുടെ മണിയേട്ടനെ ഒക്കെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് തുഴഞ്ഞ് അറുമാദിക്കാൻ പോവുകയാണ്. കാരണം ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ബോട്ടിൽ ഇങ്ങനെ പോകാൻ. നമ്മുടെ സന്തോഷത്തിന്റെ മാറ്റിൽ കൂട്ടാൻ വേണ്ടി നമ്മുടെ മഴയും കൂടി വന്നിട്ടോ. മഴയും വന്നപ്പോൾ ഒരു പ്രത്യേകതരം വൈബ് തന്നെയായിരുന്നു. കാരണം മഴ വന്നാൽ എപ്പോഴും നമ്മുടെ പണി ഫ്ലോപ്പ് ആകുമായിരുന്നു. പക്ഷെ ഇന്ന് മഴയൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ നീന്തി തുടിക്കുകയായിരുന്നു. നമ്മുടെ കൊച്ചു ബോട്ടിൽ, നമ്മുടെ ചുണ്ടൻ വെള്ളം, നമ്മുടെ കൊച്ചു ബോട്ടിൽ, നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിൽ നമ്മൾ അറുമാതിച്ച് രസിക്കുകയായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും കയറി തുഴയും. അപ്പോൾ അത് ഏട്ടൻ്റെ വക ഒരു ബെൽറ്റേരി. അങ്ങനെ എല്ലാവരും കൊണ്ട് ആഘോഷിക്കും സത്യം പറഞ്ഞാൽ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് കരി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിഷ്ണുവായിട്ടും കൂടി വേഗം വെള്ളത്തിച്ചാടി നീന്തി പോവുകയാണ്. നമ്മളെല്ലാവരും കൂടി കയറിയിട്ട് ഇത് എത്ര ആൾ ഇതിൽ കയറാൻ പറ്റും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നീന്തി വരികയാണ്. ഇപ്പോൾ ഇവിടെ ഏട്ടനും ഷിജിലൊക്കെ കൂടി അവർ ആസ്വദിച്ച് അങ്ങോട്ട് തുഴയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറാണ്, എല്ലാവരും നല്ല വൈബിലാണ്. അപ്പം നല്ല നീന്താൻ നല്ല രസമാണ് നമ്മുടെ കുളത്തിൽ. അപ്പം നല്ലോണം വെള്ളം നിറഞ്ഞിട്ട് പിന്നെ ഈ പെരുമഴയും. കാച്ചി പൊളിച്ച് മതിട്ടോ. നമ്മൾ 4 ആൾ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അത് പൊളിഞ്ഞു കേട്ടോ. അപ്പടെ നമ്മൾ വീണ്ടും വീണു. ഇനിയിപ്പോൾ നമ്മളൊരു 5 ആൾ വീട്ടിൽ എന്ത് പറ്റും നോക്കാൻ വേണ്ടി 5 ആൾ കയറിയപ്പോൾ നന്നായി നല്ല രീതിക്ക് തുഴഞ്ഞു കിട്ടും. കാരണം ബാലൻസ് ചെയ്തു 4 ആളും ആ 4 ഭാഗത്തിരുന്നിട്ട് നന്നായി ബാലൻസ് ചെയ്യുന്നുണ്ട്. 2 ആൾ ഒരാളെ ഇടയിൽ തുഴയുന്നു. അപ്പോൾ നല്ല നീറ്റായിട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ട് അങ്ങനെ ഏകദേശം സക്സസ് ആയിരിക്കുകയാണ്. ഏകദേശം അല്ല, ഫുള്ളായിട്ട് സക്സസ് ആയില്ലേ? ഇപ്പൊ ഞങ്ങള് കറക്റ്റ് സക്സസ് ആയി കൊണ്ടുവരുന്നത് കണ്ട തുഴച്ചിൽ കണ്ട. 2 പേർക്ക് സുഖമായിട്ട് 2 ആളല്ല 3 ആൾ കയറുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ ചെയ്തൊരു അടിപൊളി ബോട്ട് തന്നെ. അടിപൊളി ബോട്ട് തന്നെ പറയാല്ലേ. ആദ്യം ഫെയിലായി, പക്ഷെ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് നല്ലൊരു ബോട്ട് തന്നെയാണ്, നല്ലൊരു പരിപാടി തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ എന്തായാലും സക്സസ് ആയി. അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലത്തുള്ള വെറൈറ്റി ഐഡിയ ആയിട്ടില്ലേ ശീലേ? നമുക്ക് അതായത് പാഴായി കിടക്കുന്ന സാധനം കൊണ്ട് യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തണം നിർബന്ധമായിട്ട്. ഇവന് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നിട്ട് ഇതുപോലെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പ്രത്യേക രസമാട്ടോ. പിന്നെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലാത്ത നേരം നമ്മുടെ അടുത്തുള്ള പിള്ളേരാരും വന്നിട്ട് ഇതിൽ കയറാതിരിക്കുക. കാരണം വെള്ളത്തിലുള്ള കളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പേടിക്കണം, നല്ലപോലെ പേടിക്കണം. നമുക്ക് ഈ കുളത്തിൻ്റെ ആഴും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാരും അനുകരിക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.